സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം ഈ ഞായറാഴ്ച 10 ദിവസത്തെ കാത്തിരിപ്പിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിനും നിറവിനുമായി നമ്മൾ മുഴങ്കാലുകളെ മടക്കി കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്. കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ് ഈ 10 ദിനങ്ങൾ. അങ്ങനെ സഭ പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്നു. ഈ അവസരം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതുന്ന 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിലെ ഒരു നുറുങ്ങ് പ്രസ്താവം ഇവിടെ ഉദ്ധരിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം, ആത്മാവിനെ കെടുത്തരുത്. നമ്മളുടെ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന വേദപുസ്തകത്തിൽ ആത്മാവിനെ കെടുക്കരുത് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. അത് ഇന്നത്തെ ഭാഷയിലാകുമ്പോൾ ആത്മാവിനെ കെടുത്തരുത് എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഷാന്തരം ഇങ്ങനെയാണ്: ഡു നോട്ട് പുട്ട് ഔട്ട് the spirit, the fire എന്നാണ്. Do not put out the spirit, the fire. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ ഊതി കെടുത്തിക്കളയരുത് എന്നാണ്. അത് കുറച്ചുകൂടെ ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുന്ന മലയാള വിവർത്തനത്തെക്കാൾ കുറച്ചുകൂടെ അത് വിടുർത്തി അതിൻ്റെ അർത്ഥം ലഭിക്കും വിധം ആ വിവർത്തനം ശക്തമാകുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ കുറിക്കാനാവും. പരിശുദ്ധാത്മാവ് ഒരു ചെറു ചിരാതാണ്, ഒരു ചെറിയ വിളക്കാണ്, വെളിച്ചമാണ്. അത് നമ്മളുടെ ഉള്ളിൽ തമ്പുരാൻ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ തൻ്റെ തന്നെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അന്തര്യാമിയായ ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ സത്യാസത്യങ്ങളും നിത്യാനിത്യങ്ങളും ശരിതെറ്റുകളും വിവേചിച്ച് തന്നുകൊണ്ട് നമുക്ക് ഉള്ളിൽ പ്രകാശമായി നിവസിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളുടെ ഉള്ളിൽ നിവസിക്കുന്നതിന് ദൈവം തമ്പുരാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തു പിതാവാം ദൈവത്തോട് അപേക്ഷിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം. ആ പരിശുദ്ധാത്മാവാകുന്ന ചെറു വെളിച്ചത്തെ നമ്മൾ ഊതി കെടുത്തിക്കളയരുത്. നമ്മളുടെ പാപം കൊണ്ട്, നമ്മളുടെ അധർമ്മം കൊണ്ട്, നമ്മളുടെ ക്രമമില്ലാത്ത ജീവിതചര്യകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാനാവാത്ത വിധം നമ്മളെ ബന്ധനത്തിലാക്കുന്ന നമ്മളുടെ ദുശ്ശീലങ്ങൾ കൊണ്ട്, ദുർവൃത്തികൾ കൊണ്ട്, അങ്ങനെ ഇരുട്ടിൻ്റെ ഈ വലിയ ചലനങ്ങൾ കൊണ്ട്, വ്യാപാരം കൊണ്ട്, തിന്മയുടെ വ്യാപാരം നമ്മളുടെ ഉള്ളിൽ ശക്തമായി വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തമ്പുരാൻ തന്നെ കനിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറു വെളിച്ചം കെട്ടുപോകും. അതിനെ അങ്ങനെ ഊതിക്കെടുത്തിക്കളയരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിനും നിറവിനുമായി നമ്മൾ ദൈവ തിരുസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കേണ്ട ഈ സന്ദർഭത്തിൽ, കർത്താവേ, ഞങ്ങളുടെ ആന്തരത്തിൽ അവിടുന്ന് കൊളുത്തി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ഈ ദൈവം കെട്ടുപോകുവാൻ, കെടുത്തിക്കളയുവാൻ ആവും വിധം ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് അലച്ച ഞങ്ങളെ ബന്ധനത്തിലാക്കുന്ന, അന്ധകാരത്തിലാക്കുന്ന ശക്തികളെ ഞങ്ങളിൽ നിന്ന് അവിടുന്ന് മാറ്റിത്തരണം എന്ന് നമ്മൾ ഒന്നാമതായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 10 മുതൽ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ
ഇന്ന് സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേൾക്കുകയായിരുന്നു. അവിടെ പ്രത്യേകമായി പറയുകയാ, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. പാപത്തിൻ്റെ ഏറ്റങ്ങളെക്കുറിച്ച്, ശക്തികളെക്കുറിച്ച് അവൻ നമുക്ക് നിരന്തരം നമ്മളെ ബോധ്യപ്പെടുത്തി തരും. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സത്യവും അസത്യവും, തെറ്റും ശരിയും ഇടകലർന്നു വരുന്നു. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് നല്ല വഴിയല്ല, ഇത് തെറ്റായ പാതയാണ്, ഇതൊരിക്കലും നിന്നെ ദൈവത്തെങ്കിലേക്ക് നയിക്കുകയില്ല, നിന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഒരിക്കലും നിന്നെ സഹായിക്കുകയില്ല കുഞ്ഞെ എന്ന് നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ മന്ത്രിക്കും. പരിശുദ്ധാത്മാവ് ഒരു വിളക്കാണ്. ആ വിളക്ക് കത്തി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്. രണ്ടാമത്, ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ പാപത്തിന്റെ വ്യവഹാരങ്ങൾ, അത് വന്നുപോകുന്ന, അങ്ങനെ നമ്മളെ തിന്മയിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള ചലനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, ധർമ്മത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ധർമ്മം എന്ന മലയാള വാക്കിന്റെ അർത്ഥം that which upholds the earth എന്നാണ്. ധരയെ താങ്ങു നിർത്തുന്നതാണ് ധർമ്മം. അതിന്റെ വാച്യാർത്ഥത്തിൽ ധരയെ, ഭൂമിയെ താങ്ങു നിർത്തുന്നതാണ് ധർമ്മം. ഈ ധർമ്മം ഉള്ളിടത്ത് അധർമ്മം വാഴാൻ സാധിക്കുകയില്ല. അധർമ്മം വാഴുന്നിടത്ത് ധർമ്മം അണഞ്ഞു പോകും. ആ ധർമ്മത്തിന്റെ വെളിച്ചം കെട്ടുപോകും. വളരെ ശക്തമായി ഇന്ന് സമൂഹത്തിലുള്ള ഒരു തിന്മ എന്താണ്? എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വൈവാഹിക ജീവിതത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ഏതാണ്ട് ഒരു ശരി പോലെ. ഒരു കാലത്ത് യൂറോപ്യൻ അമേരിക്കൻ സംസ്കാരത്തിൽ ശക്തമായിരുന്ന ഒരു ധർമ്മ ക്ഷയമായിരുന്നു അതെങ്കിൽ ഇന്നത് ലോകമാസകലം കിഴക്കൻ നാടുകളിൽ പോലും, ഭാരതത്തിൽ പോലും ഇത് സാധാരണയായി വരുന്നു. ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നുള്ളതേ ഉള്ളൂ. വൈവാഹിക ബന്ധത്തിനുള്ളിൽ നിൽക്കുന്ന ആ ബന്ധത്തിന്റെ നിർമ്മലതയും അതിൻ്റെ നേർമ്മയും സന്തോഷവും കെടുത്തി കുടുംബജീവിതത്തെ വല്ലാതെ കുഴച്ചു കളയുന്ന അധർമ്മം അതൊരിക്കലും ഈ ഭൂമിയെ താങ്ങി നിർത്തുകയില്ല. എവിടെയാണോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടാകുന്നത്, ആ സന്ദർഭത്തിൽ, ആ ഭവനത്തിൽ സ്വസ്ഥതയില്ലായ്മയും ഐക്യമില്ലായ്മയും വന്നുപെട്ട് കുടുംബം തകർന്നു പോകും. എവിടെയാണോ കുടുംബ ബന്ധങ്ങളുടെ പരിപാവനത നഷ്ടമായി പോകുന്നത്, അവിടെ ആ സമൂഹം ക്ഷയിച്ചു പോകും. ആ ലോകം ഇടിഞ്ഞു താഴെ വീഴും. യഥാർത്ഥത്തിൽ ഈ ലോകത്തെ അപ്ഹോൾഡ് ചെയ്യുന്ന പില്ലേഴ്സാണ് ഈ ധർമ്മപ്രവർത്തികൾ, ഈ ധർമ്മം, ഈ സത്യം, ഈ നന്മ, ഈ നേർമ്മ. അത് പാപമെന്ന് ഇതിനെ ഇല്ലാതാക്കി കളയുമ്പോൾ the pillars become weak and thereby the whole edifice falls down. ഈ മേൽക്കൂര മുഴുവനും തകർന്നടിഞ്ഞു പോകും. ലോകം അങ്ങനെ തകർന്നു പോകും. ധരയെ താങ്ങു നിൽക്കുന്ന ധർമ്മം, that which upholds the edifice of the world, and it may fall down when sin enters into our hearts, and also it becomes the norm of the day. ഈ കാലഘട്ടത്തിന്റെ നടപ്പ് അതാണ്. ഈ കാലഘട്ടത്തിന്റെ നന്മ അതാണെന്ന്, തിന്മയെ എടുത്തു വെച്ചിട്ട് അത് നന്മയാണെന്ന് തോന്നിപ്പോകുന്ന, അതിനെ ആശ്ലേഷിക്കുന്ന ഒരു വലിയ പ്രവണത. മദ്യപാനം, മദ്യാസക്തി ഉദാഹരണം. അത് ഒരു നാട്ടു നടപ്പ് പോലെ നമ്മളെ വന്ന് ഗ്രസിച്ചിരിക്കുന്നില്ലേ?
അതുകൊണ്ട് വ്യക്തിജീവിതം അധർമ്മത്തിലേക്ക് വീണു പോകുന്നില്ലേ? പല കുടുംബങ്ങളും തകർന്നതിന്റെ ബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്നില്ലേ, ഉലഞ്ഞു പോകുന്നില്ലേ? ഇത് നാട്ടുനടപ്പും ഇതാണ് ജീവിതത്തിന്റെ ക്രമം എന്നും അക്രമത്തെ ജീവിതത്തിന്റെ ക്രമമായി ധരിക്കുമ്പോൾ അവിടെ അധർമ്മം കൊടുകുത്തി വാഴും. പറയുകയാണ് പരിശുദ്ധാത്മാവ് ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും, പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, ധർമ്മത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. തമ്പുരാൻ വരും കേട്ടോ. അവനിരുന്ന് നിങ്ങളെ ന്യായം വിധിക്കും. തിന്മ ചെയ്ത് തിന്മയ്ക്ക് വിധേയമായി അധർമ്മത്തിലും ദുശീലങ്ങൾക്കും ദുർവൃത്തികൾക്കും അടിമകളായി പോയിരിക്കുന്ന മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ അവനെ കൊണ്ടാവില്ലാത്ത ന്യായവിധിയുടെ ദിവസം വരും. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായ, നമ്മുടെ ഉള്ളിൽ നിവസിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ന വെളിച്ചം, ദൈവം എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചം എന്നാണ്. ആ വെളിച്ചം കെട്ടുപോകരുത്, കെടുത്തി കളയുകയും അരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, തമ്പുരാനെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അയക്കണം. ആ പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. ആ വെളിച്ചം ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം. ധർമ്മമെന്തെന്ന് തിരിച്ചറിയുവാൻ കൽപ്പ് തരണം. നീ രണ്ടാമതും വരുമ്പോൾ നിന്റെ മക്കളായി നിന്റെ തിരുസന്നിധിയിൽ സ്വീകാര്യരാകുന്നു എന്ന് വിധിക്കപ്പെടുവാൻ, അങ്ങനെ ഒരു പ്രസ്താവം തമ്പുരാനുണ്ടാകുവാൻ ഞങ്ങളുടെ ജീവിതത്തെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. പ്രോജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി നിൽക്കുവാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവേ വരണമേ, അനുഗ്രഹിക്കണമേ. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ.